നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ചെരുപ്പ് തേയുന്ന കാലം കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം ഗുരുവായൂരിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകി കേരളം. ചേന്നമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും ഉദ്യോഗസ്ഥരുടെയും സംയോജിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. മാനവികതയുടെ മഹാമാതൃക തീർത്ത് സെൽവനും ആരവ് ചികിത്സാ സഹായ സമിതിയും. കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പാർവണയ്ക്ക് 5 ലക്ഷം രൂപ കൈമാറി. ചികിത്സാ സഹായത്തിന് കൈത്താങ്ങായി ഷോർട്ട് ഫിലിം ഒരുക്കി കുരുന്നുകളും. പെരുമ്പിലാവ് അക്കിക്കാവിൽ വീട്ടുജോലിക്കെത്തിയ 25-കാരിയായ ഒഡീഷ സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാന്തമ്മൽ സ്വദേശിനി നബനിത ബലിയർ സിംഗാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ചെരുപ്പ് തേയുന്ന കാലം കഴിഞ്ഞുവെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. സംസ്ഥാന തദ്ദേശ ദിനാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളിലും കെ സ്മാർട്ട് നടപ്പിലാകും. ഇതോടെ വീട്ടിലിരുന്ന് ഒറ്റ സോഫ്റ്റ്വെയറിൽ സേവനങ്ങൾ നേടാനാകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. കെ സ്മാർട്ടിനെ വിമർശിച്ചിരുന്നവർ ഇന്ന് അനുകൂലിക്കുകയാണ്. ജനങ്ങളുടെ പരിപൂർണ പിന്തുണയാണ് കെ സ്മാർട്ടിന് ലഭിക്കുന്നത്. മറ്റു നഗരസഭകൾക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് തദ്ദേശ ദിനാഘോഷത്തിന് ഗുരുവായൂരിനെ തെരഞ്ഞെടുത്തതെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ എത്രയോ കാലമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കേരളത്തിൽ മികച്ച നിലയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവിൽ പ്രവർത്തിക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ കേരളത്തിനകത്തുണ്ടായേക്കാമെങ്കിലും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. കേരളത്തിന്റെ പ്രത്യേകത തന്നെ സുശക്തമായ തദ്ദേശ സ്വയംഭരണ സംവിധാനമുണ്ട് എന്നതാണ്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ N.K. അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ്, പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T.V. സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് B.P. മുരളി, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ V.K. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ K.P. വിനയൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ C.റാം സാംബശിവറാവു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട്, തൃശൂർ ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 18, 19 തീയതികളിലായാണ് ഗുരുവായൂരിൽ തദ്ദേശ ദിനാഘോഷം നടക്കുന്നത്. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകി കേരളം. എറണാകുളം ചേന്നമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ പേറുന്ന പാലിയം തറവാട് പി ജയചന്ദ്രന് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. ജയചന്ദ്രനിലെ പാട്ടുകാരനെ ഉണർത്തിയ പാലിയത്തെ മണ്ണിലാണ് ഇനി നിത്യഹരിത ഗായകന്റെ അന്ത്യവിശ്രമം. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് സംഗീത പ്രേമികളാണ് പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. എണ്ണമറ്റ ഭാവഗാനങ്ങൾ ആസ്വാദകർക്ക് കൈമാറി ഓർമ്മകളുടെ ചിറകിലേറിയാണ് ജയചന്ദ്രന്റെ അന്ത്യയാത്ര. പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും ഉദ്യോഗസ്ഥരുടെയും സംയോജിത ഇടപെടലിൽ ദുരന്തം ഒഴിവായി. ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം കേച്ചേരി ദുബായ് റോഡിൽ പുഴിക്കുന്നത്ത് ഭാസ്കറിന്റെ വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നു പിടിച്ചത്. വീട്ടുകാരുടെ നിലവിളി കേട്ട് അയൽവാസികളെത്തി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. എന്നാൽ ഈ സമയം തൊട്ടടുത്ത് പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് P.T. ജോസും പഞ്ചായത്ത് ജീവനക്കാരായ ശരത്ത്, രമേശും എന്നിവരും പഞ്ചായത്തിലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. തുടർന്ന് നനച്ച ചാക്ക് പൊതിഞ്ഞ് ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. കുന്നംകുളം ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായ രവീന്ദ്രൻ, ലിജു, രഞ്ജിത്ത്, ഹരിക്കുട്ടൻ, സനൽ എന്നിവരുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയതോടെയാണ് പ്രദേശവാസികളുടെ പരിഭ്രാന്തി ഒഴിവായത്. സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും തിങ്കളാഴ്ച രാവിലെ 6 മുതൽ 12 വരെ അടച്ചിടുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ലീഡേഴ്സ്. എലത്തൂർ HPCL ഡിപ്പോയിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. പെട്രോളിയം ഡീലർമാരും ടാങ്ക് ഡ്രൈവർമാരും തമ്മിൽ കുറച്ചു ദിവസമായി തർക്കം തുടർന്നു വരികയായിരുന്നു. ചായപ്പൈസ എന്ന് വിളിക്കുന്ന തുകയുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. പെട്രോൾ പമ്പിൽ ഇന്ധനമെത്തിക്കുന്ന ടാങ്കർ ഡ്രൈവർമാർക്ക് ചായപ്പൈസ എന്ന പേരിൽ 300 രൂപ നൽകി വരുന്നുണ്ട്. ഈ തുക വർദ്ധിപ്പിക്കണമെന്ന് ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം ഡീലർമാർ നിരാകരിച്ചു.
ഇക്കാര്യത്തിലാണ് എലത്തൂരിലെ ഡിപ്പോയിൽ വെച്ച് ചർച്ച നടന്നത്. യോഗത്തിനിടെ ടാങ്കർ ഡ്രൈവർമാർ ഡീലേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളെ കയ്യേറ്റം ചെയ്തുവെന്നാണ് ആരോപണം. മാനവികതയുടെ മഹാമാതൃക തീർത്ത് സെൽവനും ആരവ് ചികിത്സാ സഹായ സമിതിയും. ആരവിന്റെ ചികിത്സയ്ക്കായി സ്വരൂപിച്ച തുകയിൽ നിന്നും കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പാർവണയ്ക്ക് 5 ലക്ഷം രൂപ കൈമാറി. പാർവണ ചികിത്സയിൽ കഴിയുന്ന ആലുവ രാജഗിരി ആശുപത്രിയിലെത്തിയാണ് രക്ഷിതാക്കൾക്ക് തുക കൈമാറിയത്. പോർക്കുളം സ്വദേശി സെൽവന്റെ മകനായ 6 വയസ്സുകാരൻ ആരവിന് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനാണ് ആരവ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. നാടൊന്നാകെ നടത്തിയ പരിശ്രമങ്ങളെ വിപുലമാക്കി ആരവ് മരണത്തിന് കീഴടങ്ങിയെങ്കിലും ചികിത്സയ്ക്കായി സ്വരൂപിച്ച പണം മുഴുവൻ ചിലവുകളും കഴിച്ച് 25,47,543 രൂപ ചികിത്സാ സഹായ സമിതിയുടെ അക്കൗണ്ടിലുണ്ട്. ആരവിന്റെ പിതാവ് സെൽവന്റെയും കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ സമ്മതത്തോടും ആഗ്രഹപ്രകാരവും കുന്നംകുളം പ്രദേശത്തെ കൊച്ചുകൂട്ടുകാരുടെ അടിയന്തര സ്വഭാവമുള്ള ചികിത്സാ സഹായത്തിനായി അക്കൗണ്ടിലുള്ള തുക ഉപയോഗിക്കുവാൻ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരി വെള്ളിത്തിരുത്തി സ്വദേശിനി പാർവണയുടെ ചികിത്സയ്ക്ക് തുകയിൽ നിന്നും ഒരു വിഹിതം കൈമാറിയത്. പാർവണയുടെ പിതാവ് അനിലിനെയും മാതാവ് രതിയെയും മറ്റ് ബന്ധുമിത്രാദികളെയും ആലുവ രാജഗിരി ആശുപത്രിയിൽ സന്ദർശിച്ചാണ് ആരവിന്റെ പിതാവ് സെൽവൻ ആരവ് ചികിത്സാ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എം ബാലാജി, ലബീബ് ഹസൻ, മഹേഷ് തിരുത്തിക്കാട്, ബാലചന്ദ്രൻ വടാശ്ശേരി, സി ഗിരീഷ് കുമാർ എന്നിവരടങ്ങിയ സംഘം 5 ലക്ഷം രൂപ കൈമാറിയത്. പാർവണ അതീവ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് വെന്റിലേറ്ററിൽ നിന്ന് മാറിയെങ്കിലും ക്രിട്ടിക്കൽ ICUവിൽ തന്നെ തുടരുകയാണ്. ദീർഘകാലത്തെ ചികിത്സ ആവശ്യമായി വരുമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ചികിത്സാ ചെലവുകൾ എത്ര രൂപ വരുമെന്ന കൃത്യമായ ഒരു കണക്കും പറയാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. പ്രതിസന്ധിഘട്ടത്തിൽ ഒറ്റയ്ക്കാകില്ലെന്ന് ഉറപ്പു നൽകിയാണ് ആരവ് ചികിത്സാ സഹായ സമിതിക്ക് നേതൃത്വം നൽകിയവരും ആരവിന്റെ പിതാവുമടങ്ങിയ സംഘം ആശുപത്രിയിൽ നിന്ന് തിരിച്ചുപോന്നത്. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പാർവണയ്ക്ക് ചികിത്സാ സഹായത്തിനായി കൈത്താങ്ങായി ഒരു കൂട്ടം കുരുന്നുകൾ. മരത്തംകോട് കിടങ്ങൂരിലെ കുരുന്നുകളാണ് ചികിത്സാ സഹായ പ്രമേയവുമായി ഷോർട്ട് ഫിലിം ഒരുക്കിയിട്ടുള്ളത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് അപകടം. സമീപത്തെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നു. നിങ്ങൾ അറിഞ്ഞ വെള്ളിത്തിരുത്തിയിൽ ഒരു കുട്ടീനെ വണ്ടി ഇടിച്ചത്? ആ കുട്ടിക്ക് നല്ല പരിക്കുണ്ട്. ആ കുട്ടിയുടെ വീട്ടില് കാശൊന്നും ഇല്ലാത്തതാ. നമുക്ക് കുറച്ച് കാശ് പിരിച്ചിട്ട് കൊടുത്താലോ? വെള്ളിത്തിരുത്തിയിൽ അപകടം സംഭവിച്ച മരത്തംകോട് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവണയ്ക്ക് വേണ്ടി ചികിത്സാ സമാഹരണമായാണ് മരത്തംകോട് കിടങ്ങൂരിലെ കുരുന്നുകൾ ചേർന്ന് ഷോർട്ട് ഫിലിം പുറത്തിറക്കിയത്. കുട്ടികൾ കളിക്കുന്നതിനിടെ മൊബൈലിൽ അപകടം നടക്കുന്ന CCTV ദൃശ്യത്തോടുകൂടിയ വാർത്ത കാണുകയും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന കുട്ടികൾ അടുത്തുള്ള വീടുകളിൽ കയറി സഹായം അഭ്യർത്ഥിച്ച് ആ തുക മെമ്പർ മുഖേന ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം. കുട്ടികൾ തന്നെയാണ് ഇങ്ങനെയൊരാശയം അവതരിപ്പിച്ചത്. ശ്രീനാഥ്, ശ്രീനന്ദ, അനാമിക, ഋതിക, ഐതിഹ്യ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. സംവിധാനം ഇന്ദുജയും വിജേഷ്നാഥ് മരത്തംകോട് ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു. ചരിത്രം കൊണ്ടും ദർശനം കൊണ്ടും സമ്പന്നമായ കേരളത്തിൽ ഒരു ദീപവും അണയുന്നില്ലെന്നും ഒരു ദീപത്തിൽ നിന്ന് 1000 ദീപങ്ങൾ പ്രകാശിക്കുന്നതിനാലാണ് കേരളം രാജ്യത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്നതെന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. മുൻ MLA PT മോഹനകൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും എരമംഗലത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Is a little thing, but it makes lot of difference. Gratitude can turn into a meal, into a feast, where a house into a home and a stranger to a friend. Like that, we all have joined here with different ideologies to join and see that we respect our senior leaders who has contributed to our country and to the society. നാടിന് മുതൽക്കൂട്ടായ മുൻഗാമികളെ അനുസരിക്കുന്നത് കേരളീയരുടെ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉദാത്ത മാതൃകയാണെന്ന് DK ശിവകുമാർ അഭിപ്രായപ്പെട്ടു. MP ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയാണ് ഉപമുഖ്യമന്ത്രിയുടെ പ്രഭാഷണം തർജ്ജമ ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് എരമംഗലം കിളിയിൽ പ്ലാസയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ VM സുധീരൻ അധ്യക്ഷത വഹിച്ചു. PT മോഹനകൃഷ്ണൻ അവാർഡ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് നിലമ്പൂർ, ചിത്ര ഗോപിനാഥ്, നാടകനടൻ ജിയോ മാറഞ്ചേരി, മടപ്പാട്ട് സഫാരി അബൂബക്കർ,
ചാത്തന്നാർ അച്യുതനുണ്ണി, നാദവിസ്മയം തീർത്ത കൊച്ചുകലാകാരി ഗംഗ ശശിധരൻ, PP സുനീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. MP-മാരായ MK രാഘവൻ, PP സുനീർ, MLA-മാരായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, P നന്ദകുമാർ, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, PT അജയ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം, 5ഓളം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. കാട്ടകമ്പാൽ പഞ്ചായത്തും തിരുവാതിര വാണ്യസമിതിയും സംയുക്തമായി നടത്തുന്ന തിരുവാതിര വാണ്യത്തിന് തുടക്കമായി. കാട്ടകമ്പാൽ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന തിരുവാതിര വാണ്യത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വിട പറഞ്ഞ പ്രശസ്ത ഗായകൻ P ജയചന്ദ്രൻ, സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് MLA ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. പഴമയെ നിലനിർത്തുന്ന ഇത്തരം സംസ്കാരങ്ങൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് അഭിനന്ദനീയമാണെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വാണ്യസമിതി അംഗം PC ബിനോയ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനികൾ സ്ത്രീധനത്തിനെതിരെ ബോധവൽക്കരണ ദൃശ്യാവിഷ്കാരവും അവതരിപ്പിച്ചു. കലാപരിപാടികളും ഉണ്ടായി. നമുക്ക് നഷ്ടങ്ങളുണ്ടായ വർഷം കൂടിയാണ്. ഇന്നലെ രാത്രി നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ നമ്മളെ വിട്ടുപോയ സമയമാണ്. ചേന്നമംഗലത്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെ നടന്നു കഴിഞ്ഞു. കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ഓർമ്മിക്കേണ്ട നമ്മുടെയൊക്കെ മനസ്സിലുള്ള കേരളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരനെ വിട്ടി. സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ പോലെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന നാടകത്ത്, അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, ബാലസാഹിത്യകാരൻ, ഗാനരചയിതാവ് എന്നെല്ലാ നിലയിലും ഒരു കാലത്തെ മനുഷ്യരുടെ വായനയെ ത്രസിപ്പിച്ച കലാകാരൻ. കാട്ടകമ്പാൽ തിരുവാതിര വാണ്യത്തിലെ ചിത്രവിളംബരവും ചിത്രരചനയും ശ്രദ്ധേയമായി. വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനായും നിരവധി പേരെത്തി. ആർട്ട് കാമ്പാൽ എന്ന പേരിൽ നടത്തിയ ചിത്രരചനയിൽ നിരവധി പേർ പങ്കെടുത്തു. നാട്ടിലെ ചിത്രകാരന്മാർ വലിയ ബാനറിൽ വരച്ച ചിത്രങ്ങൾ വാണ്യത്തിന് വിളംബരം കുറിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലായി അമ്പലനടയിൽ നിരവധി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നടന്നു. ചെടികൾ, കൂവപ്പൊടി, മൺപാത്രങ്ങൾ, പുസ്തകങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. കലാപരിപാടികളും ചലച്ചിത്രമേളയും ഒരുക്കിയിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാണ്യത്തിന് പഞ്ചായത്തും വാണ്യസമിതിയും ചേർന്നാണ് നേതൃത്വം നൽകുന്നത്. നെല്ലിവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ശനിയാഴ്ച പുലർച്ചെ 7-ന് നടന്ന ദ്വാദശി പണം സമർപ്പണത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമായത്. തുടർന്ന് ദ്വാദശി ഊട്ടും നടന്നു. നിരവധി ഭക്തർ ഊട്ടിൽ പങ്കെടുത്തു. 2000 പേർക്കുള്ള ഊട്ടാണ് ഒരുക്കിയിരുന്നത്. ചോറ്, സാമ്പാർ, എരിശ്ശേരി, ഓലൻ, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, രസം, മോര് ഉൾപ്പെടെ പായസത്തോടു കൂടിയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദ്വാദശി ഊട്ടിന് നൽകുന്നത്. ഏകാദശി ആഘോഷത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 4-ന് ആരംഭിച്ച നിർമ്മാല്യ ദർശനത്തിന് വൈകിട്ട് 3 മണിവരെ ഭക്തജനപ്രവാഹമായിരുന്നു. പ്രസാദ ഊട്ടിലും 10,000-ന് മുകളിൽ ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധനയ്ക്കും ആയിരങ്ങളെത്തിയിരുന്നു. രാത്രിയിൽ നാദസ്വര കച്ചേരി, ഭക്തിഗാനസുധ, പഞ്ചവാദ്യം, തായമ്പക എന്നിവയും നടന്നു. വൈകുണ്ഠ ഏകാദശിയുടെ സമാപനമായ ദ്വാദശി ഊട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയും പായസത്തോടു കൂടിയുള്ള സദ്യ തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇരുത്തി ഇലയിൽ വിളമ്പി കൊടുക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്.
ഒരു 3000-ഓളം പേർ ഇന്ന് ഭക്ഷണം കഴിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന് വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പെരുമ്പിലാവ് അക്കിക്കാവിൽ വീട്ടുജോലിക്കെത്തിയ 25-കാരിയായ ഒഡീഷ സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ കാന്തമൽ സ്വദേശിനി നബനിത ബലിയർ സിംഗാണ് മരിച്ചത്. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസിൽ താമസിക്കുന്ന കണ്ണങ്കത്ത് ശ്രീദേവി നായരുടെ വീട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. വ്യാഴാഴ്ചയാണ് യുവതി ഇവിടെ ജോലിക്കെത്തിയത്. മൃതദേഹം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലേക്ക് മാറ്റി. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന പെരുമ്പിലാവ് നെടിയടത്ത് വീട്ടിൽ 28 വയസ്സുള്ള നന്ദന്റെ ചികിത്സയ്ക്കായി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സഹായം നൽകി. 1 ലക്ഷം രൂപയുടെ ധനസഹായം നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ, നന്ദൻ ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ എം ബാലാജി, കെ എ സുധീർ എന്നിവർക്ക് കൈമാറി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ സി കെ അപ്പുമോൻ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, എ ഹസൻ, പി എം ബെന്നി, ജിനീഷ് നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലെ കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതികളിൽ ജില്ലാതല ഹിയറിംഗ് ജനുവരി 16 മുതൽ ഫെബ്രുവരി 22 വരെ നടത്തുമെന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാൻ അറിയിച്ചു. ഹിയറിംഗ് ജനുവരി 16-ന് പത്തനംതിട്ടയിൽ ആരംഭിക്കും. 941 ഗ്രാമപഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവയിലെ കരട് വിഭജന നിർദ്ദേശങ്ങൾ നവംബർ 18-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചപാർക്ക് ഇനി ഹരിത ടൂറിസം കേന്ദ്രമാകും. പൊന്നാനി MLA പി നന്ദകുമാർ പുഞ്ചപാർക്കിനെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പുഞ്ചപാർക്ക് വഞ്ചിപ്പുരയിൽ വെച്ച് MLA പ്രഖ്യാപനം നടത്തിയത്. പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ CM മിഥുന പുഞ്ചപാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള, പെരുമ്പടപ്പ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദത്ത് ടീച്ചർ, പുന്നയൂർക്കുളം പഞ്ചായത്ത് മെമ്പർ അബു താഹിർ, സലാഹുദ്ദീൻ, അബ്ദുൾ ഗഫൂർ, പുഞ്ചപാർക്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ഹരിത പരിശോധനയുടെ ഭാഗമായാണ് പുഞ്ചപാർക്കിനെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, സമീപവാസികൾ, സന്ദർശകർ, പുഞ്ചപാർക്കിന്റെ സംഘാടകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. MT വാസുദേവൻ നായരുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം പങ്കുവച്ച് എളവള്ളി നന്ദൻ. കുന്നംകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച MT വാസുദേവൻ നായർ അനുസ്മരണ ചടങ്ങിലാണ് പ്രശസ്ത ദാരുശില്പി എളവള്ളി നന്ദൻ അദ്ദേഹവുമായി ഉണ്ടായിരുന്ന അടുപ്പവും ഓർമ്മകളും പങ്കുവച്ചത്. കാൽനൂറ്റാണ്ട് പിന്നിട്ട സൗഹൃദം ആരംഭിച്ചത് നന്ദന്റെ പിതാവ് എളവള്ളി നാരായണൻ ആചാര്യയുടെ നാമധേയത്തിലുള്ള സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് മുതലായിരുന്നു. പിന്നീട് ആ ബന്ധം മാനസികമായ അടുപ്പത്തിലേക്കും കുടുംബസുഹൃത്ത് എന്ന നിലയിലേക്കും മാറുകയായിരുന്നുവെന്ന് നന്ദൻ സ്മരിച്ചു. സംസാരത്തിൽ പിശുക്ക് കാട്ടിയിരുന്നുവെങ്കിലും നിരവധി പേർക്ക് വഴിതെളിയിച്ച വിളക്കായിരുന്നു MT എന്ന് നന്ദൻ പറഞ്ഞു. ഞാൻ വിളിച്ചാൽ വരണം, 25 വർഷം മുമ്പാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. തുഞ്ചമ്പറമ്പിലൊരു വർക്കില്ല, അത് നന്ദൻ ചെയ്തു തരണം അതുകൊണ്ട് വിളിച്ചു. മാഷ് വഴിക്കാണ്, കുട്ടമാഷ് വഴിക്കാണ് വിളിച്ചത്. അങ്ങനെ ചെന്നു. ആ വർക്കിൽ നന്നായി ചെയ്യാൻ പറ്റി, ഗംഭീരമായിട്ട് ആളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റി. അവിടെ മ്യൂസിയം പഠിപ്പിച്ചു. അങ്ങനെയാണ് അടുപ്പ് തുടങ്ങുന്നത്. അങ്ങനെ 25 വർഷം അടുപ്പുണ്ടെങ്കിലും അടുത്ത് സൗഹൃദം സംസാരിക്കാൻ എനിക്ക് തോന്നിയത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ എല്ലാ സമയവും ഞാൻ ആളുടെ അടുത്തിരിക്കും, ആൾ പറയുന്നത് കേൾക്കും. പിന്നെ എന്താ പറയുക, ആളിടയ്ക്ക് കണ്ണാടയുടെ ആംഗിളുടെ നോക്കും. അപ്പോൾ ഒരാളെ ശരിക്കും നല്ലോണം വിലയിരുത്തിയിട്ട് ആളൊരു എന്താ പറയുക, ആളൊരാളാക്കി മാറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ VR മുകേഷ്, മുൻ ഭാരവാഹികളായ CF ബെന്നി, രവീന്ദ്രനാഥ് കൂനത്ത് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസം കേരളത്തിൽ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്.
ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നും അറിയിപ്പിൽ പറയുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ശാസ്ത്രകലാജാഥയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്ത് സംഘാടക സമിതി രൂപീകരിച്ചു. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം പി മുരളീധരൻ ശാസ്ത്രകലാജാഥയുടെ ചരിത്രവും വർത്തമാനകാല സാഹചര്യത്തിൽ ശാസ്ത്രകലാജാഥയുടെ പ്രസക്തിയും വിശദീകരിച്ചു. ജനുവരി 26-ന് പര്യടനം ആരംഭിക്കുന്ന ശാസ്ത്രജാഥ ഫെബ്രുവരി 2 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളത്തെത്തും. തുടർന്ന് ശാസ്ത്രജാഥയ്ക്ക് സ്വീകരണവും അനുബന്ധ കലാപരിപാടികളും ഉണ്ടാകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചെയർപേഴ്സണും സൊമാലിയ കാർത്തുള്ളി ജനകീയ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. മേഖലാ പ്രസിഡന്റ് എ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ടി എ പ്രേമരാജൻ, കമ്മിറ്റി അംഗം ലാർസൺ മാസ്റ്റർ, വി ജി അനിൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെയും പരിസരത്തെയും പുരോഗമന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ യോഗത്തിൽ സംബന്ധിച്ചു. അതിൻ്റെ ഈ 43-ാമത്തെ വർഷം അത് നടക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ രംഗത്താണ്, ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ള രംഗത്താണ്. ശാസ്ത്ര പ്രചാരണം അത് നടത്തുന്നത് ശാസ്ത്രം പ്രചരിപ്പിക്കാനായിട്ട് നിരവധി മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊന്നും തന്നെ ശാസ്ത്ര പ്രചാരണം നടക്കാൻ ശാസ്ത്ര പ്രചാരണം നടക്കുന്നത് ഇത്തരത്തിലുള്ള ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം നടക്കണമെങ്കിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും നാട്ടിൽ. വെള്ളാറ്റഞ്ഞൂരിൽ അപകട ഭീഷണിയായിരുന്ന കാട്ടുതേനീച്ചക്കൂടുകൾ നശിപ്പിച്ചു. മാസങ്ങൾക്ക് മുൻപ് പ്രദേശവാസികൾക്ക് തേനീച്ച ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു. വേലൂർ തേനീച്ചക്കുത്തേറ്റ് പ്രദേശവാസി മരിച്ച സാഹചര്യത്തിലും പ്രദേശവാസികൾ ഭീതിയിലായിരുന്നു. ഈ അവസ്ഥയിലാണ് വെള്ളിയാഴ്ച രാത്രി തേനീച്ചക്കൂടുകൾ നശിപ്പിച്ചത്. റെസ്ക്യൂ വിദഗ്ധനായ ബൈജു, വി കെ പ്രവീൺ, ബിജു PF, ജയൻ വെങ്ങലശ്ശേരി, രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തേനീച്ചക്കൂടുകൾ നശിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം അനിൽ മാസ്റ്ററും ഉണ്ടായിരുന്നു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസമായി നടന്നുവന്നിരുന്ന മഹാരുദ്ര യജ്ഞത്തിന് സമാപനമായി. ശൈവമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ വസോദ്ധാരയോടെയാണ് 4ാം അതിരുദ്ര യജ്ഞത്തിന് വേണ്ടിയുള്ള 3ാം മഹാരുദ്ര യജ്ഞത്തിന് സമാപനം കുറിച്ചത്. യജ്ഞപുണ്യം നുകരാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. 11 വെള്ളിക്കലശങ്ങളിൽ എണ്ണ, പഞ്ചാമൃതം, പഞ്ചഗവ്യം, നെയ്യ്, പാൽ, തൈര്, തേൻ, കരിമ്പിൻ നീര്, ചെറുനാരങ്ങ നീര്, ഇളനീർ, അഷ്ടഗന്ധജലം എന്നിവ ശ്രീരുദ്രമന്ത്രജപത്താൽ ചൈതന്യമാക്കിയ ശേഷമായിരുന്നു അഭിഷേകം. 11 ദിവസങ്ങളിലായി 121 കലശക്കുടങ്ങളാണ് മഹാദേവന് അഭിഷേകം ചെയ്തത്. അവസാനമായി ധാരമുറിയാതെ ഹോമകുണ്ഡത്തിലേക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് ഹോമിച്ച് വസോദ്ധാര പൂർത്തിയാക്കി. ചടങ്ങുകൾക്ക് തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാഗക്കാവിലെ നാഗപ്പാട്ട്, നാവൂർപ്പാട്ട്, സർപ്പബലി എന്നിവയ്ക്കും ഇതോടെ സമാപനമായി. സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ശുഗപുരം ദിലീപും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളം, നടരാജമണ്ഡപത്തിൽ തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ശ്രീകൃഷ്ണഭാരതം ബാലെ എന്നിവയും നടന്നു. സമാപനം കുറിച്ച് നടന്ന പ്രസാദഊട്ടിൽ 3000-ലധികം ഭക്തർ പങ്കെടുത്തു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എന്നും ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളതാണ്. മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഇടങ്ങളാണ്. നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അറുതികളും വറുതികളും ഒക്കെ നമ്മൾ തുറന്നു പറയുന്നത് ഭഗവത് സവിധത്തിലാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചുണ്ടാലാത്ത് അധ്യക്ഷനായി. നടപ്പുര, ബലിക്കൽപുര, കല്യാണമണ്ഡപം, ഗോപുരം എന്നിവയുടെ 2ാം ഘട്ട വികസന പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ പെരിങ്ങോട്ടുകര അവണങ്ങാട്ടുകളരിയിലെ രഘുരാമ പണിക്കർ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശ്, പ്രേമരാജ് ചുണ്ടലാത്ത് എന്നിവർ നിർവഹിച്ചു.
ഗുരുവായൂർ ദേവസ്വം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ഹരിദാസൻ ചൊവ്വല്ലൂർ ആമുഖ പ്രസംഗം നടത്തി. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ടി സോമശേഖരൻ, തിരുവെങ്കിടം ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാർനാട്ട്, അരിയന്നൂർ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ് എലത്തൂർ, ചൊവ്വല്ലൂർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എൻ കെ ബാലകൃഷ്ണൻ, ഭരണസമിതി അംഗം കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖയുടെ അനാച്ഛാദനം നടന്നു. കുന്നംകുളം നഗരസഭയിൽ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ സെന്റർ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് സർവേക്ഷൺ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നഗരസഭ ഓഫീസ് അങ്കണത്തിൽ RR സെന്റർ പൊതുജനങ്ങൾക്കായി ഒരുക്കിയത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, പ്രിയ സജീഷ്, നഗരസഭാ പൊതുജനാരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ എന്നിവർ സംസാരിച്ചു. പുനരുപയോഗശീലം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുകയും പരസ്പര സഹായ മനോഭാവം വളർത്തുകയുമാണ് RR സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപയോഗയോഗ്യമായ തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയ എല്ലാ വസ്തുക്കളും സെന്ററിൽ നൽകാം. ആവശ്യക്കാർക്ക് സൗജന്യമായി എടുക്കുകയും ചെയ്യാം. മറ്റം തിരുനാളിന് തുടക്കമായി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളിനാണ് തുടക്കമായത്. ശനി, ഞായർ ദിവസങ്ങളിലായാണ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയെ തുടർന്ന് രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും നടന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും ഉച്ചതിരിഞ്ഞ് 5:30-നും ദിവ്യബലി ഉണ്ടാകും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനാകും. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന പ്രദക്ഷിണവും ഉണ്ടാകും. രാത്രി 11-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ് ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജ് ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ PA സ്റ്റീഫൻ, ജോൺസൺ കാക്കശ്ശേരി, CK ജോയ്, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകും. പട്ടികജാതി ക്ഷേമസമിതി കുന്നംകുളം ഏരിയ കൺവെൻഷൻ നടന്നു. ചൂണ്ടൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PP സുനിലൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, PKS ഏരിയ സെക്രട്ടറി CG രഘുനാഥ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TA ഫൈസൽ, PKS ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രമോദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK സുകുമാരൻ, ശശികല സുകുമാരൻ, സംഘാടക സമിതി ചെയർമാൻ M പീതാംബരൻ, CA ഗോപി എന്നിവർ സംസാരിച്ചു. ചിറനല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. വേലൂർ ഫൊറാന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 7-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ചൊവ്വന്നൂർ ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അമ്പവള എന്നിവയുടെ വെഞ്ചരിപ്പുമുണ്ടായി. വൈകിട്ട് 6-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, പ്രസുതേന്തി വാഴ്ച എന്നിവയ്ക്കു ശേഷം രൂപം എഴുന്നള്ളിപ്പും നടന്നു. രാത്രി 10-ന് അമ്പ് സമാപനത്തെ തുടർന്ന് മെഗാ വാദ്യമേളം അരങ്ങേറും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച 10:30-ന് ഇയാൽ ഇടവക വികാരി ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടാകും. കുറുമൽ ഇടവക വികാരി ഫാദർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30-ക്ക് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലിക്കു ശേഷം തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് വർണ്ണമഴയുമുണ്ടാകും. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ CC കുര്യൻ, KO വിൽസൺ, ജനറൽ കൺവീനർ CL പെൻസൺ തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. തലപ്പിള്ളി താലൂക്കിൽ CPIM കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം വഹിച്ച ASN നമ്പീശൻ മാസ്റ്ററെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ CF ജോൺ ജോഫി മാസ്റ്ററാണ് പുസ്തകം രചിച്ചിട്ടുള്ളത്.
തൃശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് അതിധീരമായി നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു നമ്പീശൻ മാസ്റ്റർ. വേലൂർ ഗവൺമെന്റ് സ്കൂളിൽ 20-ാം വയസ്സിൽ അധ്യാപകനായിരിക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടെക്മാനായി രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അന്ന് മർദ്ദനമുറകൾക്ക് വിധേയനായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1955-ലെ വാഴാനി കനാൽ തൊഴിലാളി സമരം, 1956-ലെ മണിമലർക്കാവിലെ മാറുമറയ്ക്കൽ സമരം, നിരവധി കുടിയിറക്ക് വിരുദ്ധ സമരങ്ങൾ, തൊഴിലാളി പണിമുടക്ക് സമരങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കലാമണ്ഡലം വൈസ് ചെയർമാൻ, തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ASN നമ്പീശൻ മാസ്റ്ററുടെ സംഭവബഹുലമായ ജീവിതത്തിന്റെ സംക്ഷിപ്താഖ്യാനമാണ് ഡോക്ടർ ജോൺ ജോഫി മാസ്റ്റർ പുസ്തകരൂപത്തിലാക്കിയിരിക്കുന്നത്. ഗ്രീൻ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കലാലോകത്തും രാഷ്ട്രീയ ലോകത്തും അത് വളരെ സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് പൊതുവെ നേതൃത്വം വഹിച്ച ഒരു 5-10 ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെടുക്കുകയാണെങ്കിൽ അതിലൊരാളാണ്. മാത്രമല്ല തലപ്പള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഏറ്റവും വലിയ നേതാവായിരുന്നു അദ്ദേഹം. 1955-ലെ വാഴാനി കനാത്തൊഴിലാളി സമരത്തിന് അതിധീരമായ നേതൃത്വം നൽകിയതാണ് അദ്ദേഹത്തെ ഈ പൊതുരംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മലങ്കര ആശുപത്രിയുടെയും സൈമൺസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അങ്കണത്തിൽ നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ക്യാൻസർ സാധ്യതാ നിർണയവും നേത്രപരിശോധനാ നിർണയവും ഉണ്ടാകും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൈവരിച്ച CR അലീന മേരി നാടിനും സ്കൂളിനും അഭിമാനമായി. ചൊവ്വന്നൂർ സെന്റ് മേരീസ് GHSലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അലീന മേരി. ഹൈസ്കൂൾ വിഭാഗം മലയാളം കഥാരചനയിലാണ് സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയത്. വെള്ളിത്തിരുത്തി ചുങ്കത്ത് രാജു വർഗീസിന്റെയും തിരുവള്ളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രവിതയുടെയും മകളാണ് അലീന മേരി. വേലൂരിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെ പ്രതിപാദിച്ച നോവലുമായി യുവ എഴുത്തുകാരി. കുറുമാൽ കൃഷ്ണൻ അനിത ദമ്പതികളുടെ മകൾ ജീഷ്മയുടെ പുതിയ നോവൽ വിത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കും. പഠനത്തോടൊപ്പം ചെറിയ എഴുത്തുകളിലൂടെ തന്റെ രചനാ വൈദഗ്ധ്യം സമൂഹത്തിലേക്ക് പകരുകയാണ് ജീഷ്മ. ചെറിയ വിഷയങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ ചിന്തിപ്പിക്കുന്നതും ബോധവൽക്കരിക്കുന്നതുമാണ് ജീഷ്മയുടെ എഴുത്ത്. ഒരു വ്യക്തി സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെയാകണമെന്നതിനെ കുറിച്ചാണ് നോവൽ പറയുന്നത്. ഒരു കുഞ്ഞ് വ്യക്തിയായി മാറുമ്പോൾ ഉണ്ടാകേണ്ട സാംസ്കാരിക പൈതൃകവും സംശുദ്ധമായ മൂല്യബോധവും സർഗാത്മകതയുമെല്ലാം വിത്ത് എന്ന നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ റഷീദ് പാറക്കൽ, സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പന് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. മലയാള അധ്യാപകൻ സുരേഷ് ബാബു മാസ്റ്റർ പുസ്തക പരിചയം നടത്തും. പുസ്തകത്തിന്റെ കവർ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് സജിത്ത് കുമ്പനാടും ഉള്ളടക്കത്തിൽ വിഷ്ണു വേലൂരുമാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റാണ് ജീഷ്മ. സാംസ്കാരികത കൊണ്ട് സമ്പന്നമായ വേലൂരിന്റെ സാഹിത്യ ലോകത്തിന് നോവൽ മുതൽക്കൂട്ടായി മാറുന്നതിൽ അഭിമാനമുണ്ടെന്ന് ജീഷ്മ പറഞ്ഞു. പുസ്തകം വായിക്കുമ്പോൾ അറിയാം, അതിലെ മനുഷ്യനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് വരുന്നത് പ്രകൃതിയാണ്. പിന്നെ വിത്ത് എന്നുള്ളൊരു കഥയിൽ പ്രധാനമായിട്ടും അതിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വിഷയമുണ്ട്. അതിൻ്റെ പെരിഫറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സമൂഹത്തിൽ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. പക്ഷെ അതിൻ്റെ വേറൊരു വേർഷനുണ്ട്, അത് അധികം സംസാരിച്ച് കേൾക്കാറില്ല. അതിനെ പറ്റിയിട്ട് ഇതിറങ്ങിക്കഴിയുമ്പം എനിക്ക് തോന്നുന്നു അത് സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സംരംഭക സഭ ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ്
ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വി വൃന്ദ, വിവിധ ബാങ്ക് പ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. വ്യവസായ വികസന ഓഫീസർ TR റോജിമോൻ, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സുവിഷ്ണ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മികച്ച സംരംഭകർക്കുള്ള അവാർഡ് ദാനം, ലോൺ സാങ്ഷൻ ലെറ്റർ, പഞ്ചായത്ത് ലൈസൻസ് കൈമാറ്റം, ചർച്ച, സംരംഭക സഹായ പദ്ധതികളുടെ ബോധവൽക്കരണവും ഉണ്ടായി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യവും കടവല്ലൂർ പഞ്ചായത്തിന്റെ വികസന ശില്പിയുമായിരുന്ന AP മുഹമ്മദ് അലിയുടെ 3ാം ചരമവാർഷികം കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 14 ചൊവ്വാഴ്ച ആചരിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊരട്ടിക്കര കിൻസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി ജൂറി തെരഞ്ഞെടുത്ത അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരിക്ക് APയുടെ നാമധേയത്തിലുള്ള ജനസേവാ പുരസ്കാര സമർപ്പണവും മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ നിർവഹിക്കും. 10,001 രൂപയും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ മുഖ്യാതിഥിയാകും. മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉൾപ്പെടെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താസമ്മേളനത്തിൽ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ഹക്കീം, രാജേഷ്, K കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചാവക്കാട് ലയൺസ് ക്ലബ്ബ്, ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ, നാലുമണിക്കാറ്റ്, കറുകമാട് കലാസാംസ്കാരിക വേദി, യുവഭാവന കലാസമിതി വായനശാല, വിബിനോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, മാട്ടുമ്മൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചാവക്കാട് നാലുമണിക്കാറ്റിൽ നടന്ന ക്യാമ്പിൽ രക്തദാനം, നേത്രരോഗ നിർണയവും തിമിര ശസ്ത്രക്രിയയും, ആയുർവേദ ചികിത്സ, പ്രമേഹ രോഗനിർണയം, നേത്രദാനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് മുൻ ജില്ലാ ഗവർണർ ജോസഫ് ജോൺ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ജില്ലാ ഗവർണർ ജെയിംസ് പോൾ വളപ്പില, റീജിയൻ ചെയർപേഴ്സൺ ജ്യോതി സുരേന്ദ്രൻ, രക്തദാനം ജില്ലാ കോർഡിനേറ്റർ KK ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരുന്നു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ജനുവരി 17, 18, 19, 20 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ഫാദർ തോമസ് ചൂണ്ടൽ കൊടിയേറ്റം നടത്തി. വികാരി ഫാദർ ഷിൻഡോ പാറയിൽ, കൈക്കാരന്മാരായ പോളി കുറ്റിക്കാട്ട്, റിൻഡോ കുറ്റിക്കാട്ട്, ലെനിൻ കുറ്റിക്കാട്ട്, ജനറൽ കൺവീനർ ഗ്രേഷ്യസ് ഫ്രാൻസിസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എളവള്ളിയിൽ ശതാബ്ദി തിരുനാളിന് തുടക്കമായി. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് തുടക്കമായത്. വെള്ളിയാഴ്ച വൈകിട്ട് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധേന്തി വാഴ്ച എന്നിവ നടന്നു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ റോജോ എലുവത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അമ്പുവള സമർപ്പണവുമുണ്ടായി. തിരുനാളിനോടനുബന്ധിച്ച് KLM സംഘടനയുടെ ലൈറ്റ് ടവറിന്റെ സ്വിച്ച് ഓൺ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും ഉച്ചയ്ക്ക് 2 വീടുകളിലേക്ക് അമ്പുവള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. രാത്രി 7 മണിക്ക് വേസ്പര, കൂടുതുറക്കൽ എന്നിവയ്ക്ക് ശേഷം 10:30 അമ്പുവള എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ഫ്യൂഷൻ, തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:15 ദിവ്യബലിയും 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയും ഉണ്ടാകും. രാമനാഥപുരം രൂപത ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദക്ഷിണം നടക്കും. വൈകിട്ട് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അമ്പ്, വള, തേര് എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, കൈക്കാരന്മാരായ ഇഗ്നേഷ്യസ് തട്ടിൽ, വിൻസെന്റ് പുലിക്കോട്ടിൽ, ജോൺസൺ ചാലക്കൽ, ജനറൽ കൺവീനർ തോമസ് അന്തിക്കാട് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. കേരള മുനിസിപ്പൽ കണ്ടീജന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ വായനശാല ഹാളിൽ നടന്ന കൺവെൻഷനിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി V ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, കണ്ടീജന്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK സുനിൽ, ജെയിംസ് ആളൂർ, MK ദേവനന്ദൻ, K മണി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകാമ്പാൽ ചിറക്കൽ യൂണിറ്റ് CM ജോർജ് അനുസ്മരണം നടത്തി. കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PI മോൺസൺ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അനിൽ P മാത്യു, വൈസ് പ്രസിഡന്റ് ജോസ് KC, ജോയിന്റ് സെക്രട്ടറി സ്കറിയാച്ചൻ, ജില്ലാ കൌൺസിൽ അംഗം വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മദീന റോഡ് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. NREG പദ്ധതി പ്രകാരം 6,53,000 രൂപ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത റോഡ് പ്രാവർത്തികമാക്കിയത്. 6-ാം വാർഡ് മെമ്പർ ഷൈബ ദിനേശൻ, തൊഴിലുറപ്പുമേറ്റ് ഷീബ രാജൻ, ഓമന തോമസ്, വിജയൻ അജ്ഫൽ പറപ്പൂരയിൽ, രഘുനന്ദൻ, അബ്ദുൾ ജബ്ബാർ, കമറു ഊക്കയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുടങ്ങിക്കിടക്കുന്ന അങ്കണവാടി അധ്യാപകരുടെയും ഹെൽപ്പർമാരുടെയും പെൻഷനും ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് അങ്കണവാടി വർക്കേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ രൂപീകരണ സമ്മേളനം ആവശ്യപ്പെട്ടു. ചാവക്കാട് ICDSന് കീഴിൽ വിരമിച്ച അധ്യാപകരും ഹെൽപ്പർമാരും ചേർന്നാണ് യൂണിയൻ രൂപീകരിച്ചത്. ഗുരുവായൂർ GUP സ്കൂളിൽ നടന്ന രൂപീകരണ സമ്മേളനത്തിൽ മുതിർന്ന അംഗം K. ലക്ഷ്മി ദേവി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റായി ഹസ്ര ബീബിയെയും സെക്രട്ടറിയായി KK സതീദേവിയെയും ട്രഷററായി PM സാവിത്രിയെയും തെരഞ്ഞെടുത്തു. KI മേരി, VA ജാനകി, V ശാരദ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് ഓഫീസ് അങ്കണത്തിൽ നടന്ന കലോത്സവം പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ, മെമ്പർമാർ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമ്മാന വിതരണവും ഉണ്ടായി. ചൂണ്ടൽ പഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഓഫീസ് അസിസ്റ്റന്റ് സെറീനയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ചൂണ്ടൽ പഞ്ചായത്തിൽ കഴിഞ്ഞ 4.5 വർഷം സേവനമനുഷ്ഠിച്ച സെറീന കടവല്ലൂർ പഞ്ചായത്തിലേക്കാണ് സ്ഥലം മാറിപ്പോകുന്നത്. യാത്രയയപ്പ് യോഗത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KA ഉണ്ണി, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജൂലറ്റ് വിനു, ഹസ്നുൽ ബന്ന, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓഫീസ് അസിസ്റ്റന്റായി സേവനം ചെയ്യുന്നതിനിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ കഠിന പ്രയത്നം കൊണ്ട് ടെസ്റ്റ് പാസായി പ്രമോഷൻ ലിസ്റ്റിൽ പേര് വന്ന സാഹചര്യത്തിലാണ് കടവല്ലൂർ സ്വദേശിയായ സെറീന സ്വന്തം പഞ്ചായത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ സെറീനയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. ഗുരുവായൂർ ആക്ട്സ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി നഗരസഭാ കൌൺസിലർ KPA റഷീദിനെയും സെക്രട്ടറിയായി പ്രസാദ് പട്ടണത്തിനെയും ട്രഷററായി നാരായണൻ കാരയിലിനെയുമാണ് തെരഞ്ഞെടുത്തത്. ഫൈസൽ പേരകം, പ്രിയ രാജേന്ദ്രൻ, വത്സൻ കളത്തിൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും MJ ലിജോ, തോമസ് ചെമ്മണ്ണൂർ, സ്റ്റീഫൻ ജോസ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരുമാണ്. CF ജോസിനെ കൺവീനറായും PK ഗബ്രിയേലിനെ ജില്ലാ പ്രതിനിധിയായും തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി EF ജോണി വരണാധികാരിയായിരുന്നു. PI സൈമൺ, N മാർട്ടിൻ ലൂയിസ്, KP മോഹൻ ബാബു, ഡോക്ടർ അബൂബക്കർ, CD ജോൺസൺ, മോഹനചിത്ര, N ജോർജ് പോൾ, ടെസി ഷിജോ, AB ഷാജി, സാബു ചൊവ്വല്ലൂർ എന്നിവർ സംസാരിച്ചു. വേലൂർ മെഞ്ചേരിക്കാവ് ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തോടനുബന്ധിച്ച് നാട്ടരങ്ങ് കലാഗ്രാമം ഒരുക്കുന്ന ഫോക്ക് മെഗാ ഷോ ജനുവരി 13 തിങ്കളാഴ്ച രാത്രി 7:30 ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വള്ളുവനാട് കൃഷ്ണ കലാനിലയം അവതരിപ്പിക്കുന്ന ഞാറ്റുപാട്ട് 2025 മെഗാ ഇവന്റും ഉണ്ടാകും. കുണ്ടന്നൂർ സേഫ് ഗ്രീൻ വായനശാലയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ വായനശാല അങ്കണത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MS സിദ്ധൻ അധ്യക്ഷനായിരുന്നു. ജിജി ആൻഡോ, വായനശാല സെക്രട്ടറി TB ബിനീഷ്, NN അനിത എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർക്കോട് അന്നപൂർണ പാടശേഖര സമിതി സെക്രട്ടറിയായി 35 വർഷം തുടർച്ചയായി പ്രവർത്തിക്കുന്ന കർഷകൻ TA മുരളിയെ ആദരിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പൊന്നുള്ളി മോഹനന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി PB സുനിൽകുമാർ ആദരച്ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന കർഷകൻ ബാലൻ തറയിൽ, കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഋഷഭദേവൻ നമ്പൂതിരി, സലീം തുറയ്ക്കൽ, P പത്മനാഭൻ, ഹരി വെറൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നേർകുളം മാവിൻ ചുവട് തിബ്യാൻ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി ആൽത്തറ പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. മാനേജർ ഷഫീഖ് സഖാഫിയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ പോസ്റ്റ് ഓഫീസിലെത്തിയത്. ജീവനക്കാർ പോസ്റ്റ്മാൻമാരെയും പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റ് സർക്കാർ സേവനങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അഡ്മിനിസ്ട്രേറ്റർ അനസ് പുന്നയൂർ, പ്രിൻസിപ്പാൾ അഷിത, അധ്യാപകർ എന്നിവർ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു.
കഴിഞ്ഞ ദിവസം മരണപ്പെട്ട യൂത്ത് കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ശരത്തിന്റെ വീട് കെപിസിസി മുൻ അധ്യക്ഷൻ VM സുധീരൻ സന്ദർശിച്ചു. നേതാക്കളായ AM അലാവുദ്ദീൻ, മൂസ ആലത്തയിൽ, NR ഗഫൂർ, TM പരീദ, മൊയ്തുണ്ണി ചാലിൽ, MA ഷെരീഫ്, ഇസ്ഹാഖ് ചാലിൽ, അമീൻ, നൌഷാദ് വിരുത്തിയിൽ, ഫിറോസ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡോക്ടർ ഇളവരശി P. ജയകാന്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ അബ്ദുൽ ഗനി, അൻസിയ അബ്ദുൽ ഫത്ത, ഷഹനാവി, ഹസീബ് ഷവർമാക്സ്, അഷ്റഫ്, റിൽഷ ഇല്യാസ് എന്നിവരെ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കിടയിലെ മികച്ച 7 വിദ്യാർത്ഥി സംരംഭകരെയും കുടുംബശ്രീ സംരംഭകരെയും യോഗത്തിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ ഫരീദ J അധ്യക്ഷയായ ചടങ്ങിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് PM സജിന, വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, IQAC കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശരത്തിനെ അനുസ്മരിച്ചു. അണ്ടത്തോട് സെന്ററിൽ നടത്തിയ അനുശോചന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NR ഗഫൂർ, ഹുസൈൻ വലിയകത്ത്, M കമാൽ, ജബ്ബാർ അണ്ടത്തോട്, V മായൻകുട്ടി, ഷാഹിദ് കൊപ്പര തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് 33-കാരനായ ശരത്ത് മരിച്ചത്. മന്നലാംകുന്ന് എടയൂർ സമീക്ഷ കലാസാംസ്കാരിക സമിതിയുടെ ജേഴ്സി പ്രകാശനം നടത്തി. സമീക്ഷ രക്ഷാധികാരി TK ഉസ്മാന്റെ അധ്യക്ഷതയിൽ ഡ്രാഗൺ കരാട്ടെ ക്ലബ് ചീഫ് ഇൻസ്ട്രക്ടറും JSKA മലപ്പുറം ജില്ലാ ചീഫ് കൂടിയായ സെൻസായി മുഹമ്മദ് സാലിഹ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. സമീക്ഷ GCC മെമ്പർമാരായ സുബൈർ, റിയാസ്, മുഹമ്മദ് റാസിൻ, സമിതി പ്രസിഡന്റ് ഹുസൈൻ എടയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഷാഹിം, റിനു, റിസ്വാൻ, അബി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെൽമാർക്ക് ഇന്റീരിയർ ഡിസൈൻ UAE ആണ് സമീക്ഷ ക്ലബിന് പുതിയ ജേഴ്സി സ്പോൺസർ ചെയ്തത്. ചെന്നൈ ക്രസന്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സൗത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയേറ്റ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കിനോജി റിയു ഇന്ത്യ കടവല്ലൂർ കരാത്തെ ടീം അംഗങ്ങൾ നേട്ടം സ്വന്തമാക്കി. പഴഞ്ഞി MD കോളേജിലെ സാനിയ ടീം കുമിത്തെ മെഡലും ജന്നത്തുൽ ഷെറിൻ ടീം കത്ത മെഡലും സ്വന്തമാക്കി. കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ ആഷിഫ കുമിത്തയിൽ ആദ്യ 16ലും ഇടം നേടി. 70 കോളേജുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ടീം മാനേജർ ജിസ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഈ മാസം ഹരിയാനയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ വിജയികൾ പങ്കെടുക്കും. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് റീഡേഴ്സ് ഫോറം ക്ലബിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. MTയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് നടന്ന ചർച്ചയ്ക്ക് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനിയായ ആൽഫി ആമിൻ നേതൃത്വം നൽകി. മലയാളം അധ്യാപകരായ നജിത, ഗ്രീഷ്മ രവീന്ദ്രൻ, ജേർണലിസം വിഭാഗം അധ്യാപിക N നിഷാന എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം ഗുരുവായൂർ കോട്ടപ്പടി പേരാമംഗലത്ത് ലാസർ ഭാര്യ ആനി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോസ്, ജോളി, ഫ്രാൻസി, ഷൈനി, നെൽസൺ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കോൽത്താഴത്ത് വളപ്പിൽ വീട്ടിൽ പരേതനായ രാഘവൻ മകൻ സുരേഷ് നിര്യാതനായി. 48 വയസ്സായിരുന്നു. ഷിജി ഭാര്യയും നന്ദന, ശ്രീകുട്ടി എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. കക്കാട് ഗണപതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചിങ്ങംപറമ്പിൽ മോഹനൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. ജയ്ഷി ഭാര്യയും അനശ്വര, നന്ദകി എന്നിവർ മക്കളുമാണ്. വെള്ളറക്കാട് മേലേപ്പാട്ട് വാരിയത്ത് പരേതനായ കൃഷ്ണവാര്യരുടെ മകൻ ഹരിവാര്യർ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഗുരുവായൂർ ദേവസ്വം മുൻ ജീവനക്കാരനാണ്. രാധ ഭാര്യയും ഹരിത, അർജുൻ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ചെരുപ്പ് തേയുന്ന കാലം കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം ഗുരുവായൂരിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് വിട നൽകി കേരളം. ചേന്നമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം.
പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും ഉദ്യോഗസ്ഥരുടെയും സംയോജിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. മാനവികതയുടെ മഹാമാതൃക തീർത്ത് സെൽവനും ആരവ് ചികിത്സാ സഹായ സമിതിയും. കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പാർവണയ്ക്ക് 5 ലക്ഷം രൂപ കൈമാറി. ചികിത്സാ സഹായത്തിന് കൈത്താങ്ങായി ഷോർട്ട് ഫിലിം ഒരുക്കി കുരുന്നുകളും. പെരുമ്പിലാവ് അക്കിക്കാവിൽ വീട്ടുജോലിക്കെത്തിയ 25-കാരിയായ ഒഡീഷ സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാന്തമ്മൽ സ്വദേശിനി നബനിത ബലിയർ സിംഗാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.